അരിക്കൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി. ഇന്നലെ രാത്രിയാണ് തമിഴ്നാട്ടിലെ ഹൈവേസ് ഡാമിന് സമീപം അരിക്കൊമ്പൻ ഇറങ്ങിയത്. കൃഷികൾ നശിപ്പിച്ചു എന്ന നിലയ്ക്കുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. മേഘങ്ങൾ കാരണം അരിക്കൊമ്പന്റെ റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നൽ നഷ്ടപ്പെട്ടതായിട്ടാണ് വിവരം. മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ഉണ്ട്. ബിനീഷ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? എബി, അരിക്കൊമ്പൻ ഇന്നലെ രാത്രി ജനവാസ മേഖലയിൽ ഇറങ്ങിയതായതാണ് ഇറങ്ങിയിരുന്നു. തമിഴ്നാട്ടിലെ ഹൈവേസ് ഡാമിന് സമയം ഇറങ്ങി കൃഷി നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. തൊഴിലാളികളും വനപാലകരും ചേർന്നാണ് കാട്ടിലേക്ക് തുരത്തിയത്. ഇപ്പോൾ തമിഴ്നാട് വനമേഖലയിലാണ് അരിക്കൊമ്പൻ ഉള്ളതെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അതോടൊപ്പം തന്നെ മഴമേഖല കാരണം സിഗ്നൽ ലഭിക്കുന്നില്ല. തീർത്തും അരിക്കൊമ്പൻ രീതിയിലാണ് ഇപ്പോൾ തമിഴ്നാടുള്ളത്. നിരീക്ഷണത്തിനായി 120 പേരടങ്ങുന്ന സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഈ ആനയെ തുറന്നുവിട്ട സ്ഥലത്ത് നിന്ന് ആന സഞ്ചരിച്ച് 40 കിലോമീറ്ററാണ് സഞ്ചരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അരിക്കൊമ്പനെ പേടിച്ച് തമിഴ്നാട് അതിർത്തിയിൽ വനമേഖലയോട് ചേർന്ന് വനവകുപ്പും ഈ ജനങ്ങളും നിലയുറപ്പിച്ചിട്ടുണ്ട്. ജനവാസ മേഖലയിൽ 3-ാം തവണയാണ് ഈ അരിക്കൊമ്പൻ എത്തിയത്. ഈ മേഖല ഇരുവിങ്കിലാർ, മണലാർ മേഖലകളിൽ രാത്രി യാത്ര ഒഴിവാക്കണമെന്നും പിന്നെ അതോടൊപ്പം തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാരികൾക്ക് പൂർണ്ണമായി തന്നെ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. തുറന്നുവിട്ട സ്ഥലത്ത് നിന്നും ഏകദേശം ആന ഒരു 40 കിലോമീറ്റർ സഞ്ചരിച്ചു എന്നാണ് കണക്കുകൂട്ടൽ. അരിക്കൊമ്പൻ വിലസി നടന്നിരുന്ന ഈ ചിന്നക്കനാലിലെ സാഹചര്യങ്ങൾക്ക് സമാനമാണ് ഈ മേഘമലയിലുള്ളത്. വനാതിർത്തിയോട് ചേർന്ന് തേയിലത്തോട്ടം, ലയങ്ങൾ, ചെറിയ തടാകങ്ങൾ എന്നിവയ്ക്ക് പുറമെ കാലാവസ്ഥയും ഏറെക്കുറെ സമാനമാണ്. വനമേഖലയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തേയിലത്തോട്ടത്തിലെത്താം. ഇവിടെ ജനസാന്ദ്രത കൂടുതലുള്ള ഒരു പ്രദേശമാണ്. അതേസമയം ഇരുവിങ്കർ എന്ന സ്ഥലത്ത് ആന ഒരു വീടിന്റെ വാതിൽ തകർത്തു എന്ന വ്യാജ വാർത്തയും പ്രചരിക്കുന്നുണ്ട്. കൃത്യമായ ഒരു വിവരം ലഭ്യമല്ല. എന്നാൽ അത്തരത്തിൽ കൃത്യമായ റേഡിയോ കോളുകളിൽ നിന്നുള്ള സിഗ്നൽ പ്രകാരം ഇന്നലെ പെരിയാർ വന്യജീവി സംഘത്തിലാണ് ആന ഉണ്ടെന്നായിരുന്നു ഇന്നലെ വനവകുപ്പിൽ നിന്ന് കിട്ടിയ വിവരം. തുടർന്ന് ഈ മണലാർ ഇരുവിങ്കലിനാളും ഇടയിലുള്ള സിഗ്നൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ സിഗ്നൽ ലഭിച്ചത് മണലാറിനും ഇരുവിങ്കലാറിനും ഇടയിലുള്ളതായിരുന്നു. ഏതായാലും മേഘമലയിലെ തേയിലത്തോട്ടത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം തേയിലത്തോട്ടത്തിൽ നിന്നും കാട്ടിലേക്ക് ആന നടന്നു പോകുന്ന ദൃശ്യങ്ങളും ലഭ്യമായിരുന്നു. ഏതായാലും ഈ അരിക്കൊമ്പൻ വിഷയത്തിൽ ഇപ്പോൾ ഈ ചിന്നക്കനാലിലെ ആളുകൾ അനുഭവിച്ച അതേ ഒരു ഭീതി തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലും ആളുകളുടെ ഇടയിലുള്ളത്. എബി, അരിക്കൊമ്പൻ ഭീതിയിലാണ് തമിഴ്നാട്ടിലെ ജനത എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ബിനീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ ആന ഇറങ്ങി എന്ന നിലയ്ക്കുള്ള വാർത്തകൾ വന്നിരുന്നു. കൃഷി നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള അല്ലെങ്കിൽ കൃഷി ആന നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ബിനീഷ് ആന്റണി.